സോഷ്യോളജിയുടെ ഒരു ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൊഡ്യൂൾ 1 പ്രകാരമുള്ള ബേസിക്സ് ഓഫ് സോഷ്യോളജി ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം എന്താ പറയേണ്ടത്, സോഷ്യോളജിയുടെ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 1 പറഞ്ഞേക്കുന്നത് ഇതാണ്, ബേസിക്സ് ഓഫ് സോഷ്യോളജി. അതിൽ കീ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ്, നമുക്ക് ആ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒന്ന് സൊസൈറ്റി എന്താണെന്നും, മറ്റൊന്ന് കമ്മ്യൂണിറ്റി ആൻഡ് മൂന്നാമതൊന്ന് കൾച്ചർ. ഈ 3 കോൺസെപ്റ്റും നമ്മൾ മനസ്സിലാക്കുക. കാരണം സോഷ്യോളജിയിൽ തുടർന്ന് അങ്ങോട്ട് പോകുന്ന ക്ലാസ്സസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഈ 3 കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മറ്റൊരു ടോപ്പിക്ക് ഈ ഒരു മൊഡ്യൂളിലുള്ളത് സോഷ്യലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് ചെയ്യുക. അപ്പം ഈ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ശരിക്കും സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ അബ്സ്ട്രാക്ട് ടേംസ് ദാറ്റ് റെപ്രസെന്റ് ക്ലാസസ് ഓഫ് ഫിനോമിന ഇൻ സോഷ്യോളജി. അപ്പൊ സോഷ്യോളജിയിലുള്ള ഓരോ ഫിനോമിന, ഓരോ പ്രക്രിയകൾ, അതിന്റെ പല ക്ലാസസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താ പറയേണ്ടത്, ഈ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് ശരിക്കും നമുക്ക് പറയാം. ഈ കോൺസെപ്റ്റ്സ് നമുക്ക് വളരെയധികം എസെൻഷ്യൽ ആണ് ഫോർ അച്ചീവിങ് പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. അല്ലെങ്കിൽ ആ ഒരു സോഷ്യോളജിക്കൽ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി നമുക്ക് വരിക, ഒരു പ്രിസിഷൻ, ഒരു കൃത്യത നമുക്ക് എത്തുന്നതിന് വേണ്ടി ഈ കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സോഷ്യോളജിയിൽ ഈ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഓരോ ടേം ഉപയോഗിച്ചിട്ടായിരിക്കും പറയുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ, സോഷ്യോളജിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഫാമിലി എന്ന് എടുക്കുന്നത്. ഇപ്പൊ ഫാമിലിയുടെ ഡെഫിനിഷൻ പലതാണ്, ഡെഫിനിഷൻ വലുതാണ്. ഓരോ സമയത്തും നമ്മളൊരു വ്യക്തിയുടെ അടുത്ത് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അത് മനസ്സിലാക്കും. അപ്പൊ അതൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ എടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സൊസൈറ്റി എന്ന കോൺസെപ്റ്റിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. സോ നമുക്ക് സൊസൈറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിലോ, സൊസൈറ്റി ഇസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഫോംഡ് ത്രൂ ഇന്ററാക്ഷൻസ് among individuals viewed as a relational rather than a physical entity. സൊസൈറ്റി എന്ന കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ഇവിടെ ഈ നോക്കുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇതാ. ഇത് എന്തൊക്കെയാണ് പറയുന്നത്? സൊസൈറ്റി ഈസ് എ നെറ്റ്വർക്ക് എന്ന് പറയും. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ന ഒരു വ്യക്തി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എന്ന ഒരു വ്യക്തി ഒന്ന് കണക്കിലെടുക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ എന്താ പറയേണ്ടത് കോ വർക്കേഴ്സ് ഉണ്ട്, യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃച്ഛികമായി നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അങ്ങനെ ഇനി സൊസൈറ്റിയിൽ നമ്മളെ അറിയുന്നവരുണ്ടാകും, എന്നാ നമുക്കറിയുന്നവരും ഉണ്ടാകും. പക്ഷെ അവർക്ക് നമ്മളെ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണല്ലേ ഇതെന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ്. ആൻഡ് എങ്ങനെയാണ് ഈ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത്? ത്രൂ ഇന്ററാക്ഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്. വ്യക്തികൾ തങ്ങളിലുള്ള ഇടപെടലില്, അവര് തങ്ങളിലുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനെയാണ് ശരിക്കും ഈ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാകുന്നത്. ആൻഡ് ഇതിനെ എങ്ങനെയാ കാണുന്നത്? ഇതിനെ ഒരു റിലേഷണൽ ആയിട്ടാണ് കാണുന്നത്, എന്നാ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് എ കോൺസെപ്റ്റ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഫിസിക്കലി ഒരിടത്തും പ്രസന്റ് അല്ല. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, അതില് കേരളം എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്, കേരളം ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആണ്, അല്ലെ? കാരണം ഫിസിക്കലി ആ ലാൻഡ് അവിടെ ഉണ്ട്. എന്നാ ഈ ലാൻഡിൽ ജീവിക്കുന്ന ഒരു സമൂഹം ജനങ്ങളാണ് മലയാളികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മലയാളി മനുഷ്യരെവിടെയുണ്ട്? മനുഷ്യന്റെ ബന്ധങ്ങൾ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ലല്ലോ, അത് ഒരു റിലേഷൻ മാത്രമല്ലേ എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. ഓക്കെ, അപ്പോ R.M. മക്ലേവർ എന്ന് പറയുന്ന ആ ഒരു സോഷ്യോളജിസ്റ്റ്.
അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് പ്രധാനമായിട്ട് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല, പക്ഷേ അത് ബന്ധങ്ങളുടെ റിലേഷൻഷിപ്സിന്റെ ഒരു നെറ്റ്വർക്ക് ആണെന്നും, ആൻഡ് ഈ നെറ്റ്വർക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട് ഇൻ വേസ് ഡിറ്റർമിൻഡ് ബൈ മ്യൂച്വൽ അവെയർനെസ്. എന്താ ശരിക്കും ഇവിടെ ഈ പറയുന്നത്? ഈ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് ഓരോ വ്യക്തികളും മറ്റ് വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, ഇടപെടുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ നിർണയിക്കുന്നത് എങ്ങനെയാ? ഒരു മ്യൂച്വൽ അവെയർനെസ്. ഞാൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്കും അറിയാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയില്ലേ, ഒരു ടീച്ചറും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമുക്കിവിടെ വന്ന്, അപ്പൊ സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് ആ ഒരു നെറ്റ്വർക്ക് തന്നെ ഇവിടെ വന്ന്, ആൻഡ് ആ ഒരു എഡ്യൂക്കേഷൻ ആണല്ലേ നമ്മളെ ഒരുമിച്ച് ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചത്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആണ്, പക്ഷേ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ആക്ച്വലി അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറലി അതൊരു റിലേഷണൽ കോൺസെപ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഇസ് റിലേഷണൽ. ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾ എന്നുള്ളതാണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ കോൺക്രീറ്റ് റിയാലിറ്റി. കോൺക്രീറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കതിനെ തൊടാനും ഫീൽ ചെയ്യാനും ഒക്കെ കഴിയും. ഇത് അങ്ങനത്തെ ഒരു കോൺക്രീറ്റ് റിയാലിറ്റി അല്ല, പക്ഷേ ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫ്രെയിംവർക്ക്. സോഷ്യൽ റിലേഷൻഷിപ്സിന്റെ ഒരു ഫ്രെയിംവർക്ക് ആണ്. ഈ ഒരു ഫ്രെയിംവർക്ക് സമയം എടുക്കുന്ന അനുസരിച്ച്, ആ ബന്ധങ്ങൾ ഉറച്ചുറച്ച് വരുന്ന അനുസരിച്ച് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് എ സൊസൈറ്റി. എന്തൊക്കെ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം സൊസൈറ്റിയുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് സൊസൈറ്റിയിൽ. ബേസിക്കലി അതിനെ ബേസ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ചില പ്രീഡോമിനന്റ് ആയിട്ടുള്ള ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സൊസൈറ്റീസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റീസ്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് അങ്ങനെ നോക്കാം, സിമ്പിൾ സൊസൈറ്റി ആൻഡ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന നിലയിൽ. അപ്പോ ഇനി നമുക്ക് എന്താ പറയേണ്ടത്? സ്പെൻസർ എന്ന ആ ഒരു സോഷ്യോളജിസ്റ്റ്, അതേപോലെ ഡർഖെയിം എന്ന് പറയുന്ന ആ ഒരു സോഷ്യോളജിസ്റ്റ്, അവര് ശരിക്കും സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ് ലൈക്ക് അതിന്റെ സൈസ് അനുസരിച്ച്, ലേബർ എങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്, ആൻഡ് ദ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇപ്പൊ സൊസൈറ്റിയിൽ പല സ്ട്രാറ്റാസ് ഉണ്ടല്ലേ, ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ അനുസരിച്ച് സൊസൈറ്റീസ് വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്പെൻസറിനും ഡർഖെയിമിനും ഉള്ളത്. അപ്പൊ ബ്രോഡ്ലി നമ്മൾ പറയുകയാണെങ്കിൽ സൊസൈറ്റീസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ഈ പറഞ്ഞതുപോലെ സിമ്പിൾ സൊസൈറ്റീസ് ആൻഡ് കോംപ്ലക്സ് സൊസൈറ്റീസ് എന്നുള്ളത്. അപ്പൊ സിമ്പിൾ സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ വരുന്നത്? ഒന്നുകിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ്. അതാണ് സിമ്പിൾ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ കോംപ്ലക്സ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ദേ റെഫർ ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഓവർലാപ്പ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് അവിടെ വരും. എന്നാൽ നമ്മൾ ട്രൈബൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റീസ് നോക്കിയേ, അവർ മറ്റൊരു സൊസൈറ്റി ആയിട്ട് ഇന്റർമിംഗിൾ ചെയ്യാനുള്ള ചാൻസ് അവിടെ വളരെ കുറവാണ്. അപ്പോ എന്താ പറയണ്ടേ? ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണ് അന്നേരം കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റി. കാരണം പല സൊസൈറ്റീസിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു ഇന്റർ റിലേഷൻ, ഒരു ഇന്റർ കണക്ഷൻ അവിടെ വരുന്നത് കൊണ്ടാണ് അതിനെ കോംപ്ലക്സ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണ് ഓവർലാപ്പിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ് എന്നുള്ളത്. നോക്ക്, ഇത് ഒരു സൊസൈറ്റി, ലെറ്റ്സ് സേ കേരളത്തിൽ നിന്നുള്ളത്, ഇത് കർണാടകത്തിൽ നിന്നുള്ള ഒരു സൊസൈറ്റി, ഓക്കെ, ആൻഡ് ഇത് ഒരു പക്ഷേ ആന്ധ്രയിൽ നിന്നുള്ള ഒരു സൊസൈറ്റി. അപ്പൊ ഇവര് 3 പേരും കൂടെ കർണാടകത്തിൽ ജോലിക്ക് നോക്കാനായിട്ട് ബാംഗ്ലൂർ ജോലിക്ക് വരുന്നു. അപ്പൊ ഇത് ബാംഗ്ലൂർ, അപ്പൊ ഈ ഒരു സൊസൈറ്റി എന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്, ഈ ഒരു സൊസൈറ്റി എന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്, ആൻഡ് ഈ ഒരു സൊസൈറ്റി എന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. അപ്പൊ അതാണ് ആ ഒരു ഓവർലാപ്പിംഗ് അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സൊസൈറ്റിയാണ് ശരിക്കും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇസ് ദി കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പൊ കമ്മ്യൂണിറ്റി എന്താണ്? നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാമേ. ഡെഫിനിഷൻ ഈസ് എ ലോക്കൽ ഗ്രൂപ്പിംഗ്, ഒരു
ലോക്കലായിട്ടുള്ള ഒരു ഗ്രൂപ്പ് where individuals carry out a full range of life activities characterized by shared interests, social cohesion and a sense of belonging. അതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലോക്കൽ ഗ്രൂപ്പിംഗ് ആണ്. നമുക്ക് പ്രീവിയസ് സ്ലൈഡിലോട്ട് പോകാം. നോക്ക്, ഇത് കേരളത്തിൽ നിന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ലോക്കൽ ഗ്രൂപ്പ്. ഇത് കർണാടക എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇത് കർണാടകയിൽ നിന്നുള്ള ഒരു ലോക്കൽ ഗ്രൂപ്പ്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞ് എന്താ പറയേണ്ടത്, ലെറ്റ്സ് സേ ആന്ധ്ര എന്ന് ഞാൻ പറഞ്ഞു, തെലങ്കാന എന്നിരിക്കട്ടെ, ആന്ധ്ര. അപ്പൊ ഇത് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ലോക്കൽ ഗ്രൂപ്പ്. നമ്മൾ ഈ കോൺസെപ്റ്റ് എടുത്ത് നമ്മൾ ഇവിടെ ഇട്ടാൽ ഈ കമ്മ്യൂണിറ്റിയുടെ, അപ്പൊ ഒരു ലോക്കൽ ഗ്രൂപ്പ്, ഓക്കെ, ഒരു ലോക്കൽ ഗ്രൂപ്പ് കേരളത്തിലത് where individuals carry out a full range of life activities. അപ്പൊ ഇവിടെ ലോക്കലായിട്ട് ഈ ആൾക്കാർ സെൽഫ് സസ്റ്റെയിൻഡ് ആണ്. ലോക്കലായിട്ട് നമ്മൾ നോക്ക്, നമ്മുടെ ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്, കച്ചവടക്കാരുണ്ട്, കടകളുണ്ട്, നമുക്ക് വീട്ടു ജോലിക്ക് ആൾക്കാരെ കിട്ടും, വീട്ടിൽ തോട്ടം ശരിയാക്കുന്നതിന് ആൾക്കാരെ കിട്ടും, എന്നാൽ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാർ, എല്ലാം അടങ്ങിയ ഒന്നാണല്ലേ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ഒരു ഫുൾ റേഞ്ച് ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുമെന്നാ പറയുന്നത്. വിവാഹങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെയാണ് നടക്കുന്നത് അല്ലേ. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്താ പറയുന്നത്, ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു സോഷ്യൽ കൊഹെഷൻ അവിടെ ഉണ്ടാകും, ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് അവിടെ ഉണ്ടാകും. നമുക്കില്ലേ ആ ഒരു ഫീൽ ഇല്ലേ, നമ്മൾ എവിടെ പോയിരുന്നാലും, ഗൾഫിലൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ അവിടെ ഇല്ലേ. അതാണ് ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് നമ്മൾ പറയുന്നത്. അതല്ലേ നമ്മുടെ ആ ഒരു ലോക്കൽ സ്ഥലത്ത് തന്നെയാണ്. എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്റെ നേരെ ആളാകുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. നീ ഒരു വരുത്തനല്ലേ ഇവിടെ. കാരണം എന്താ, ആ വന്ന വ്യക്തി നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളതല്ല, ആ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ളതല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചിന്ത, ഒരു ചോദ്യം തന്നെ അവിടെ വരാനുള്ള ആ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന ഒന്ന് ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, കോമൺ ലൈഫ് കണ്ടീഷൻസ് ആണ്, ഒരു സോഷ്യൽ കൊഹെഷൻ ഇവർ തങ്ങളിൽ അവിടെ ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ, ഇനി ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ആൻഡ് ദേ എംബ്രേസ് ടോട്ടാലിറ്റി ഓഫ് എൻഡ്സ് ഓഫ് പർപ്പസസ്, distinct from associations that are organized for specific purposes. See, ഇത് സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള സംഗതികൾ അതിനകത്ത് നടക്കും. അതാണ് അവരുടെ ആ ഒരു ഫുൾ റേഞ്ച് ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് നടക്കുന്നതാണ്. ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ വരുന്നത് ആ ഒരു സോഷ്യൽ കൊഹെഷൻ ആണ്. ഓക്കെ, അപ്പൊ സോഷ്യൽ കൊഹെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രോങ് ബോണ്ട്സ് അമംഗ് മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ഷെയർഡ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. അപ്പോൾ സോഷ്യൽ ആ ഒരു എന്താ പറയേണ്ടത്, കൊഹെഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി. ഷെയർഡ് മീൻ സ്ട്രോങ് ബോണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തങ്ങളിൽ അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സ് ഒക്കെ ഷെയർഡ്, എല്ലാവരും ഒരേ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള സോഷ്യൽ ബിലീഫ്സ് വെക്കുന്നവരായിരിക്കും. റിലീജിയസ് ബിലീഫും സോഷ്യൽ ബിലീഫും രണ്ടാണ് കേട്ടോ. ആൻഡ് രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് കമ്മ്യൂണിറ്റിയുടെ എന്ന് പറയുന്നത് ഇസ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്നാണ്. ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അതെന്താ, members identify with the community, creating a strong enduring social group എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് പറയേണ്ടത്, സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ഞാൻ എറണാകുളംകാരനാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ആൻഡ് വി ഫീൽ പ്രൗഡ് അബൌട്ട് സെയിങ് ദാറ്റ്. ഞാൻ കോഴിക്കോടുകാരനാണ് അല്ലെ കണ്ണൂർക്കാരനാണ് എന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് ദെൻ കംസ് the community versus association. ഒരു കമ്മ്യൂണിറ്റിയും അസോസിയേഷനും തങ്ങളിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കമ്മ്യൂണിറ്റീസ് പലപ്പോഴും ഡിഫറൻ്റ് ആണ് അസോസിയേഷൻസിൽ നിന്ന്.
ഓക്കെ, അപ്പോ കാരണം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പം കുറെ കൂടെ ബ്രോഡർ ആണ് ആൻഡ് കുറെ കൂടെ പെർമനന്റ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അസോസിയേഷൻസ് എന്ന് പറയുന്നത് ദേ ആർ ഓർഗനൈസ്ഡ് ഫോർ സ്പെസിഫിക് ലിമിറ്റഡ് പേർപ്പസസ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയും അസോസിയേഷൻസ് എന്ന് പറയുന്നതും സെയിം അല്ല. ഇപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറെ കൂടെ റിലേറ്റീവ്ലി ദേ ആർ പെർമനന്റ് എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ബന്ധങ്ങൾ അത് പെർമനന്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ തന്നെയാണ്. ആൻഡ് എന്താ പറയേണ്ടത്, ഒരു ബ്രോഡർ റേഞ്ച് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ. അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്ത് കേൾക്കുന്നത് ഫിലിം അസോസിയേഷനെ കുറിച്ചിട്ട് തന്നെയാണ് അല്ലേ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അത് ആ സിനിമയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അസോസിയേഷനാണ്. ആ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് അവിടെ ചെന്ന് ഒരു അംഗത്വം പോലും എടുക്കാനായിട്ട് കഴിയില്ല അല്ലെ. അതാണ് പറയുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് പലപ്പോഴും അത് പെർമനന്റും അല്ല, അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള പേർപ്പസസ് ആണ് അവിടെ ഉള്ളത് എന്നാണ്. ഓക്കെ, now let's look at what are social groups. Social groups ന്റെ ഡെഫിനിഷൻ എന്താണ്? collection of individuals who interact and share a sense of belonging essential for understanding societal structure. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം. മേ ബി ഏറ്റവും കാതലായ ഒരു കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ആൻഡ് വാട്ട് ഡു ദീസ് ഇൻഡിവിജ്വൽസ് ഡു? അവര് ഇന്ററാക്ട് ചെയ്യും വിത്ത് ഈച്ച് അതർ. കാരണം അവരൊരു സോഷ്യൽ ഗ്രൂപ്പാണ്, അവർ ഇന്ററാക്ട് ചെയ്യും. ആൻഡ് അവർക്ക് ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. ഞാൻ ആ ഒരു ഗ്രൂപ്പിന്റെ അംഗമാണ്, ആ ഒരു ഗ്രൂപ്പിന്റെ മെമ്പറാണ് എന്ന് നമ്മൾ വളരെയധികം എന്താ പറയേണ്ടത്, പ്രൈഡോടുകൂടി നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം അവിടെ വരും. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ്സ് ആർ ആക്ച്വലി എസെൻഷ്യൽ ഇൻ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റിയൽ സ്ട്രക്ചർ. കാരണം സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. അതാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് കുറെ കൂടെ ഇതായിട്ട് മനസ്സിലാകും. സി, ഒരു സോഷ്യൽ ഗ്രൂപ്പില് എംപ്ലോയിയും ഉണ്ടാകും, എംപ്ലോയറും ഉണ്ടാകും. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തി, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ആ ജോലി കൊടുക്കുന്ന വ്യക്തി. അവർ രണ്ടും ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഇവരുടെ തങ്ങളിലുള്ള ബന്ധം എന്താണ്? ജോലി, ഒരാൾ ജോലി നൽകുന്നു, ഒരാൾ ആ വ്യക്തിയുടെ ജോലി ചെയ്യുന്നു എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ അവിടെ വരുന്നത് അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, ഇവിടെ ഒരു സൊസൈറ്റിക്ക് ആവശ്യമായ ഒരു സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പം, ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഒരു ഗ്രൂപ്പിന്റെ തന്നെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ആൻഡ് ദെൻ ദെർ ആർ കോൾഡ് പ്രൈമറി ഗ്രൂപ്പ്സ്. അപ്പൊ ഇവിടെ സോഷ്യൽ ഗ്രൂപ്പ്സിൽ സോഷ്യൽ ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. നൗ ലെറ്റ് us see what are primary groups എന്നുള്ളത്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ദേ ആർ സ്മോൾ ഇന്റിമേറ്റ് ഗ്രൂപ്പ്സ് ലൈക്ക് ഫാമിലീസ് where relationships are personal and enduring. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഏറ്റവും ഉചിതമായ എക്സാമ്പിൾ ഒരു ഫാമിലി എന്നുള്ളത്. അപ്പൊ ഈ പ്രൈമറി ഗ്രൂപ്പിന്റെ കോൺസെപ്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഹോട്ടൺ കൂലി, COOLEY, കൂലി അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അത് നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ ഈ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടെ. അപ്പൊ ഇത് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സ് ആണെന്നും വളരെ ക്ലോസ്ലി നിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് ഈ പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ഷെയർ പേഴ്സണൽ ആൻഡ് എൻഡ്യൂറിങ് റിലേഷൻഷിപ്സ്. അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അതാണ് എൻഡ്യൂറിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫാമിലിയാണ് ഏറ്റവും മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഒരു പ്രൈമറി ഗ്രൂപ്പിൻ്റെത്. കാരണം ഒരു ഫാമിലിയിലെ ഇന്ററാക്ഷൻസ്, തങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് വളരെ ഇന്റിമേറ്റും ക്ലോസും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലേ. അപ്പോ നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പ്സും ഉണ്ട്. പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെക്കൻഡറി ഗ്രൂപ്പ്സും വരണമല്ലോ. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്താ? ദേ ആർ ലാർജർ.
ഇംപേഴ്സണൽ ഗ്രൂപ്പ്സ്. അപ്പൊ ഇവിടെ പേഴ്സണൽ ഗ്രൂപ്പ്സ് ആണ്, അപ്പൊ ഇവിടെ ഇംപേഴ്സണൽ ഗ്രൂപ്പ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് ആകണമെന്നില്ല സെക്കൻഡറി ഗ്രൂപ്പിൽ വരുന്നത്. ഫോംഡ് ഫോർ സ്പെസിഫിക് പർപ്പസസ് വിത്ത് ഗോൾ ഓറിയന്റഡ് റിലേഷൻഷിപ്സ്. അതാണ് സോറി അതാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് കമ്പാരിറ്റീവ്ലി ലാർജർ ആണ്. ആൻഡ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ അല്ല, ഇംപേഴ്സണൽ, ഒരുപക്ഷെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട റിലേഷനും ആകാം. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾക്കാണ് ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകുന്നത്. ആൻഡ് പലപ്പോഴും അത് എന്താ പറയേണ്ടത്, ഒരു ഫാമിലി റിലേഷൻ വെച്ചിട്ടല്ല ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ വരുന്നത്. ആൻഡ് മിക്കവാറും ഇത് ടെമ്പററി ആയിരിക്കും, ഒരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പം ആ ഗ്രൂപ്പ് അവസാനിച്ചു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ലാർജ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. 50, 100, 200, 300, 500, 1000 ജോലിക്കാരുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലോ അവിടെ നമ്മുടെ ഇന്ററാക്ഷൻ, തങ്ങളിലുള്ള ഇന്ററാക്ഷൻ ഓരോരുത്തരുടെയും ജോലി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും റോൾ അനുസരിച്ചായിരിക്കും, അല്ലാതെ നമ്മുടെ പേഴ്സണൽ കണക്ഷൻസ് വെച്ചിട്ടല്ല. അതാണ് സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒരു മാനേജറുടെ പണി ചെയ്യും, ഒരു ഓഫീസ് അസിസ്റ്റന്റ് പണി ചെയ്യും. അതല്ലേ അവിടെ വരുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ഓഫീസ് അസിസ്റ്റന്റ് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഗൃഹനാഥനാ അല്ലെങ്കിൽ ഗൃഹനാഥയാ. അതേപോലെ ആ മാനേജർ എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ഗൃഹനാഥയാണ് അല്ലെങ്കിൽ ഗൃഹനാഥനാണ്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ റോൾ അവിടെ മാറി, കാരണം അതൊരു പ്രൈമറി ഗ്രൂപ്പാണ്. എന്നാൽ ജോലി സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡറി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മാറുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? സ്റ്റാറ്റസ് എന്ന് പറയുന്നത് is a position in the social structure which can be either ascribed, അതായത് inherited, or achieved, which is earned. അതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സൊസൈറ്റിയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾക്കും പല സ്റ്റാറ്റസ് ഉണ്ട്. ആൻഡ് പല സ്റ്റാറ്റസ് ഉണ്ട് ആ സൊസൈറ്റിയിൽ. ആ സ്റ്റാറ്റസ് അനുസരിച്ച് പല റോൾസ് ആയിരിക്കും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് നിർവഹിക്കേണ്ടി വരിക എന്നുള്ളത്. ഓക്കെ. അപ്പോ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പൊസിഷനാണ്, ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ. അപ്പം നമ്മൾ സൊസൈറ്റിയുടെ അടിത്തട്ട്, സൊസൈറ്റിയുടെ മുകൾ തട്ട്, സൊസൈറ്റിയിലെ ഇടനില എന്നൊക്കെ പറയുന്ന തട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റോളാണ്, ഒരു ജോലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, കൂലിയില്ലാത്തൊരു ജോലി, ഒരു റോളാണ്. ഈ ഒരു റോളിൽ നിന്ന്, ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. കാരണം അപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്റ്റാറ്റസ് അവിടെ കൊടുക്കുന്നത്. കാരണം ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ഉള്ള ചില റോൾസ് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാറ്റസും റോളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ സ്റ്റാറ്റസിന്റെ കാര്യം, ഒന്നുകിൽ സ്റ്റാറ്റസ് അസ്ക്രൈബ്ഡ്, ഈ ടേം ഓർത്തു വെച്ചോളുക. അസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ്. നമ്മുടെ നാട്ടുരാജാക്കന്മാരുടെയൊക്കെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്? അത് ഇൻഹെറിറ്റഡ് ആണ്. ഇനി മറ്റൊന്ന് അച്ചീവ്ഡ് അല്ലെങ്കിൽ ഏൺഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ആകാം. അപ്പൊ അച്ചീവ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രയത്നം കൊണ്ട് ആ വ്യക്തി നേടിയെടുത്ത ഒരു സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് റോൾ എന്ന് പറയുന്നത് എന്താണ്? ആ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന വ്യക്തി ചെയ്യേണ്ടിയ ചില പ്രത്യേക കടമകളുണ്ട് അല്ലെങ്കിൽ പ്രവൃത്തികളുണ്ട്. അതിനെയാണ് ഇവിടെ റോൾ എന്ന് പറയുന്നത്. അതാണ് സ്റ്റാറ്റസും റോളും ആയിട്ടുള്ള ഡിഫറൻസസ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റസസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസസ് ഇൻഡിവിജ്വൽസ് ആർ ബോൺ ഇൻ ടു. ജെൻഡർ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് അല്ലെ. അത് ജനിക്കുമ്പോൾ ഒന്നുകിൽ ആണല്ലെങ്കിൽ പെണ്ണ് എന്ന് പറയുന്നത് ആ ഒരു ജെൻഡർ. ഇനി റേസ്, അതും ഒരു സ്റ്റാറ്റസ് തന്നെയാണ്, അത് ജന്മനാ വരുന്ന ഒരു സ്റ്റാറ്റസ്. ഇനി അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏൺഡ്, ആ ഒരു വ്യക്തി നേടിയെടുത്തത്. ഒരു പ്രൊഫഷൻ ഒരു വ്യക്തിയുടേത് ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഞാനൊരു ടീച്ചർ എന്ന് പറയുന്നത്, അത് ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് എന്നെ ആ ടീച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു ഡോക്ടർ എന്ന് പറയും, അതും ആ ഒരു പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ചില സിറ്റുവേഷനിൽ മൾട്ടിപ്പിൾ സ്റ്റാറ്റസസ് വരും. മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ഹോൾഡ് മൾട്ടിപ്പിൾ സ്റ്റാറ്റസസ് പൊട്ടൻഷ്യലി ലീഡിങ് ടു റോൾ സ്ട്രെയിൻ ഓർ കോൺഫ്ലിക്റ്റ്. ഇപ്പൊ മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് ഓക്കെ നമുക്കറിയാം, ഒന്നിലധികം സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ളത്. ഇപ്പൊ മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് എന്താണ്? നമ്മുടെ കാര്യം എടുത്തു നോക്കിയേ, നമ്മളൊരു പേരന്റ് ആണ്.
അറ്റ് ദ സെയിം ടൈം നമ്മളൊരു എംപ്ലോയി ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഒരു അംഗവും കൂടിയാണ്. അപ്പൊ തന്നെ നമുക്ക് 3 സ്റ്റാറ്റസ് ആയി അല്ലേ ഇവിടെ. അപ്പൊ ഓരോ സ്റ്റാറ്റസിനും അതിൻ്റെതായ കടമകൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ചിലപ്പോൾ നമുക്ക് 24 മണിക്കൂർ തികയാതെ വരും. അപ്പോഴാണ് അവിടെ എന്താ പറയേണ്ടത്, ഈ ഈ ഈ റോൾസ് സ്ട്രെയിൻഡ് ആകുന്നതും റോൾ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്. എന്റെ ജോലി തിരക്ക് കാരണം എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ റോൾ എന്നുള്ളത്, ഒരു റോൾ എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ദ ഡൈനമിക് ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസിന്റെ ആ ഒരു ഡൈനമിക് ആയിട്ടുള്ള ആസ്പെക്ട്. ഡൈനമിക് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അത് ഫിക്സ്ഡ് അല്ല. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നതിന്റെ മാറി മാറി വരുന്ന ആ ഒരു ഘടകത്തിനെയാണ് റോൾ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റസ് ഒരുപക്ഷെ മാറുന്നതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടിയ പ്രവൃത്തികൾ മാറും. അതല്ലേ റോൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാകും. ആൻഡ് ദീസ് ബിഹേവിയേഴ്സ് ഗൈഡ് ഇന്ററാക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. Okay, so that's the role of, that is the concept of role. I hope you understood it. ഇനി കൾച്ചർ എന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കൾച്ചറിന്റെ ഡെഫിനിഷൻ ആദ്യം നോക്കുകയാണെങ്കിലോ, ദ ടോട്ടാലിറ്റി ഓഫ് ലേൺഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് നോംസ്, values and symbols passed down through generations shaping social life. അപ്പൊ ഇതാണ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചറിനകത്ത് എന്തൊക്കെയാണ് ശരിക്കും ഉള്ളത്? അത് കൾച്ചറിൽ വരുന്നതെന്ന് പറഞ്ഞാല് മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുള്ള മനുഷ്യന്റെ ഓരോ ആക്ടിവിറ്റീസ്. ഒരു പക്ഷേ നമ്മൾ തലമുറകളായിട്ട് നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതിനകത്ത് നോംസ് ഉണ്ട്. നോംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് അതിന്റെ നോംസ് എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയിൽ നമുക്കുള്ള ചില വാല്യൂസും ചില വേർച്യൂസും ഒക്കെ ഉണ്ട് അത്. ആൻഡ് ദർ ആർ ഓൾസോ സിംബിൾസ്. ഓക്കെ, അപ്പോ ദീസ് ആർ ഓൾ പാസ് ഡൗൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ എന്നുള്ളത്. അപ്പൊ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിന്റെ എല്ലാ ഘടകങ്ങളും ആ കൾച്ചറിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, നമ്മൾ എന്ത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മളിൽ മുതിർന്നവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പം എന്ത് മര്യാദ നമ്മൾ പാലിക്കണം, നമ്മളിൽ പ്രായം കുറഞ്ഞവരെടുത്ത് ഇടപെടുമ്പം നമ്മൾ എന്ത് മര്യാദ പാലിക്കണം, എങ്ങനെയാണ് നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ സ്ത്രീകളുടെ അടുത്ത് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അമ്മയുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, സഹോദരങ്ങളുടെ അടുത്ത്, സൊസൈറ്റിയിലുള്ള മറ്റാൾക്കാരുടെ അടുത്ത്, അയൽക്കാരുടെ അടുത്ത്. ഇതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണം നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മുടെ റിലിജൻ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ റിലിജനും കൾച്ചറും രണ്ടാണ്. റിലിജൻ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരാം. കാരണം പലപ്പോഴും റിലിജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ്. ഒരു റിലിജൻ ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ആദ്യം ആ റിലിജന്റെ ആവശ്യപ്രകാരമാണ് ചെയ്യുന്നതെങ്കിലും പിന്നീട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നത്. അങ്ങനെയാണ് അത് നമ്മുടെ കൾച്ചറായിട്ട് മാറുന്നത് എന്നാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതാണ് ശരിക്കും കൾച്ചർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ കൾച്ചർ എന്ന കോൺസെപ്റ്റിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദീസ് ഫോക്ക് വേസ് ആൻഡ് മോസ്? ഫോക്ക് വേസ് എന്ന് പറയുന്നത് റുട്ടീൻ ബിഹേവിയേഴ്സ് ഗവർണിംഗ് ഡെയിലി ലൈഫ്. അതാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. FOLK, ഫോക്ക് വേസ്. ഫോക്ക് ലോർ എന്നൊക്കെ കേട്ടില്ലേ? നാടൻ, അതായത് നമ്മുടെ ആ ഒരു സാധാ രീതികൾ എന്നുള്ളതാണ്. ഫോക്ക് ജസ്റ്റ് റെഫേഴ്സ് ടു ദ കോമൺ മാൻ. ആ സാധാ നമ്മുടെ രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു റുട്ടീൻ ആയിട്ടുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്, അതാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എണീച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നത്, അതിനുശേഷം ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആയിരിക്കാം എന്താ പറയേണ്ടത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എണീച്ച ഉടനെ തന്നെ നമ്മൾ ഒരു കപ്പ് ചായ ഇടുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ആ റുട്ടീനിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്, അതാണ് നമ്മുടെ ഫോക്ക് വേസ് എന്ന് പറയുന്നത്. മോർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദീസ് ആർ നോംസ് ദാറ്റ് ആർ കൺസിഡേർഡ് വൈറ്റൽ ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഗ്രൂപ്പ്. മോർ എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ നോംസ്. ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ പ്രവർത്തിക്കുന്നതിനും ആ ഒരു ഗ്രൂപ്പ്
ഭിന്നതയില്ലാതെ നിലനിൽക്കുന്നതിനും വേണ്ടി ആവശ്യമായ ചില കണ്ടീഷൻസ് ആണ് ഈ മോർസ് എന്ന് പറയുന്നത്. Now, with stronger societal enforcement than folkways. അപ്പൊ ഈ ഫോക്വേസ് എന്ന് പറയുന്നത് മാറി മാറി വരാം. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് രാവിലെ എണീച്ച ഉടനെ ആദ്യം ചായ ഇടണമെന്നായിരിക്കും, ചിലപ്പോൾ രാവിലെ എണീച്ച ഉടനെ ഒന്ന് കുളിക്കണമെന്നായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ ആദ്യം ചായ ഇടുന്ന വ്യക്തി അത് കഴിഞ്ഞൊരു പക്ഷെ കുളിക്കും, ഈ ആദ്യം കുളിക്കുന്ന വ്യക്തി അത് കഴിഞ്ഞൊരു പക്ഷെ ചായ ഇടും. ചിലപ്പോൾ ആദ്യം എണീച്ച് വിളക്ക് കത്തിക്കണമെന്നായിരിക്കും, ചിലപ്പോൾ എണീച്ച് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് ചായ ഇടണമെന്നായിരിക്കും, ചിലപ്പോൾ ചായ ഇട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ട് കുളിക്കണമെന്നായിരിക്കും. അത് പല രീതിയിൽ മാറിയും തിരിഞ്ഞും വരാം. പക്ഷെ ഈ മോർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. മോർ അത് അതാത് രീതിയിൽ തന്നെ നമ്മൾ അത് ചെയ്തു വരണം എന്നുള്ളതാണ്. അപ്പോ അത് നമ്മൾ ആ ഒരു രീതിയിൽ അത് ചെയ്തില്ല എങ്കിൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ആ ഒരു ഗ്രൂപ്പില് മറ്റാൾക്കാരിൽ നിന്നൊരു പക്ഷേ അതിന് പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇത് കുറെ കൂടെ നമുക്ക് വേണമെങ്കിൽ കൾച്ചറൽ വാല്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പൊ ഫോക്വേസിനേക്കാളും കുറച്ചും കൂടെ കമ്പല്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മോർ എന്ന് പറയുന്നത്. ഇത് വയലേറ്റ് ചെയ്താൽ, ഈ മോർ എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് റിയാക്ഷൻസ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വരും എന്നുള്ളത്. ആൻഡ് അടുത്ത ഒരു കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർ വാല്യൂസ്. അപ്പൊ എന്താണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്? വാല്യൂസ് ആർ ദി അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് സൊസൈറ്റിയൽ ഗോൾസ് ആൻഡ് ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സ്. അപ്പൊ ഓരോ വ്യക്തിയും നമ്മുടെ മൂല്യങ്ങളാണ് നമ്മുടെ ഈ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ചില പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഈ ഒരു സൊസൈറ്റിയുടെ ഗോൾ എന്താണ്? നമ്മൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ, അതാണ് മൂല്യങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ബിഹേവിയർ അത് മോഡിഫൈ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇത് കുറെ കൂടെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നോംസ് പോലെയല്ല. എന്നാ ഈ ഒരു മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത് ആ സൊസൈറ്റിയിലുള്ള എല്ലാവരും അനുസരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന സംഗതികളാണ് ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള പല സൊസൈറ്റീസ് ഒന്നിച്ചു ചേർന്ന ഒരു സൊസൈറ്റി ആയിട്ടുള്ള അങ്ങനത്തെ സൊസൈറ്റിയിൽ കോർ വാല്യൂസ് ഉണ്ടാകാം, ആൻഡ് അവിടെ സെക്കൻഡറി വാല്യൂസും വരാം. ഇപ്പൊ കോർ വാല്യൂസ് ഒരു പക്ഷേ സെക്യുലറിസം ആകാം, ഡെമോക്രസി ആകാം, ഇക്വാളിറ്റി ആകാം. അപ്പൊ ഇങ്ങനെയുള്ള കോർ വാല്യൂസ് ആണ് ആ ഹെട്രോജീനിയസ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റീസിനെ ഒന്നിച്ചു നിർത്തുന്നത്. എന്നാൽ അവർക്ക് മറ്റു വാല്യൂസും ഉണ്ടാകാം എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഘടകം. ഓക്കെ, അപ്പൊ നമ്മൾ ആ കീ കോൺസെപ്റ്റ്സിന്റെ ഡിസ്കഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കാമേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോളജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് ചോദ്യം. In sociology, what does the concept of society primarily refer to? സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. സോഷ്യോളജിയിൽ വാട്ട് ഇസ് സൊസൈറ്റി? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ദ സെയിം ജോഗ്രഫിക് ഏരിയ, അതാണോ സൊസൈറ്റി? എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണോ സൊസൈറ്റി? ഇതാണ് കറക്റ്റ് ആൻസർ. എ വെബ് ഓഫ് സോഷ്യൽ, ഈ വെബ് എന്ന് പറയുന്നതും നെറ്റ്വർക്ക് എന്ന് പറയുന്നതും ഒരേ സംഗതി തന്നെയാണ്. അപ്പൊ ഈ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ഒരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. A sociologist is studying a small village where people live close to each other. They share resources and have a strong sense of belonging. Which sociological concept best describes this village? ഇവിടെ ഒരു കുഞ്ഞു ഗ്രാമം, ആ ഗ്രാമത്തിലെ ആൾക്കാർ വളരെ ക്ലോസ് ആണ് ടു ഈച്ച് അതർ, ആൻഡ് അവരുടെ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നു, ആൻഡ് അവർക്കൊരു സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. ഒരു സോഷ്യോളജിസ്റ്റ് ഈ ഒരു വില്ലേജിലെ ആൾക്കാരെ കുറിച്ച് പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വില്ലേജിനെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിസ്റ്റ്. അപ്പൊ ഏത് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഒരു വില്ലേജിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതൊരു സൊസൈറ്റി ആണോ, ഇതൊരു കമ്മ്യൂണിറ്റി ആണോ, ഇതൊരു സെക്കൻഡറി ഗ്രൂപ്പ് ആണോ, ഇതൊരു അസോസിയേഷൻ ആണോ? സെക്കൻഡറി ഗ്രൂപ്പും അല്ല, അസോസിയേഷനും അല്ല. ഇനി സൊസൈറ്റി ആണോ കമ്മ്യൂണിറ്റി ആണോ എന്നുള്ളത് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ ഒരു വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ഒരു ലോക്കൽ ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്, അല്ലേ?
അവർക്ക് കോമൺ ആയിരിക്കും അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ലൈഫ് കണ്ടീഷൻസ് കോമൺ ആയിരിക്കും, അവർക്കൊരു സോഷ്യൽ കൊഹിഷൻ ഉണ്ടാകും. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇവിടെ. റൈറ്റ്? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇത് ഒരു മാച്ചിങ് ഇൻഫർമേഷൻ ആണ്. ഇതും നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒത്തിരി അധികം നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അപ്പൊ ഇവിടെ നമുക്കുള്ളത് എന്താ? ടൈപ്സ്. അപ്പൊ സോഷ്യൽ ഗ്രൂപ്പിന്റെ ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആകെ 2 എണ്ണമാണുള്ളത്. അപ്പൊ ഒന്ന് പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ളത്, ഈ എ നിങ്ങൾ നോക്കണ്ട, പ്രൈമറി ഗ്രൂപ്പ് ആ എ ഇവിടെ വരേണ്ട എ ആണ്. സെക്കൻഡറി ഗ്രൂപ്പ്, അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ശരിക്കും ഇവിടെ കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് എന്താണ്? എ ലാർജ് ഇംപേഴ്സണൽ ഗ്രൂപ്പ് വേർ റിലേഷൻഷിപ്സ് ആർ റോൾ ബേസ്ഡ്. അതാണ് നമ്മുടെ ഓപ്ഷൻ എ ഇവിടത്തെ. ഓപ്ഷൻ ബി എന്താണ്? എ സ്മോൾ ക്ലോസ് നെറ്റ് ഗ്രൂപ്പ് ഓഫ് വേർ റിലേഷൻഷിപ്സ് ആർ പേഴ്സണൽ. അപ്പൊ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി ആണ്, സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ആണ്. സെക്കൻഡറി ഗ്രൂപ്പ് എപ്പോഴും ലാർജ് ആണ്, പ്രൈമറി ഗ്രൂപ്പ് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചോളൂ, ഫാമിലി ഈസ് എ പ്രൈമറി ഗ്രൂപ്പ്. അപ്പൊ ക്ലോസ്ലി നെറ്റ് സ്മോൾ ഗ്രൂപ്പ് അത് നമുക്ക് ഓർത്ത് വെക്കുന്നതിന് ബെസ്റ്റ് ആണ്. നമ്പർ 4, which of the following is an example of an achieved status? അപ്പൊ സ്റ്റാറ്റസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലേ, അപ്പോൾ അച്ചീവ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഏതാണ് ഇതിനകത്ത് പറയുന്നത്? ജെൻഡർ അച്ചീവ്ഡ് അല്ല, റേസ് അച്ചീവ്ഡ് അല്ല, ഏജ് അച്ചീവ്ഡ് അല്ല, പ്രൊഫഷൻ ആണ് ഒരു അച്ചീവ്ഡ് സ്റ്റാറ്റസ്. നമ്പർ 5, അഗെയിൻ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് സിനാരിയോ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ജെയിൻ ഇസ് എ മദർ, ജെയിൻ ഒരു അമ്മയാണ്. എ ടീച്ചർ ആൻഡ് എ കമ്മ്യൂണിറ്റി വോളണ്ടിയർ. അപ്പൊ 3 റോൾസ് ഉണ്ട് ജെയിന്. അമ്മയാണ്, ടീച്ചറാണ്, കമ്മ്യൂണിറ്റിയിൽ ഒരു വോളണ്ടിയറും കൂടിയാണ്. She often feels stressed when her responsibilities as a teacher conflict with her duties as a mother. അപ്പൊ അവർ പലപ്പോഴും സ്ട്രെസ് അനുഭവിക്കാറുണ്ട്. കാരണം എന്താ? അവരുടെ ടീച്ചർ എന്ന നിലയിലുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജോലി അമ്മ എന്ന നിലയിലുള്ള അവരുടെ ഡ്യൂട്ടീസുമായിട്ട് അത് ഒരു കോൺഫ്ലിക്റ്റ് ആകാറുണ്ട്. അപ്പൊ എന്ത് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് ആണ് ഈ ഒരു സിറ്റുവേഷനെ ഇലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുക? റോൾ സ്ട്രെയിൻ ആണോ? നോക്ക്, ഇവിടെ സ്ട്രെസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ചാടിക്കട്ട് നമ്മൾ റോൾ സ്ട്രെയിൻ എടുക്കരുതേ. റോൾ കോൺഫ്ലിക്റ്റ് ആണോ? സോഷ്യൽ ഇൻകൺസിസ്റ്റൻസി ആണോ? റോൾ എക്സിറ്റ് ആണോ? വെൽ, ഇവിടെ റോൾ കോൺഫ്ലിക്റ്റ് ആണിത് നടക്കുന്നത്. റോൾ കോൺഫ്ലിക്റ്റ്. റോൾ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ട് സ്ട്രെയിൻ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ഒരു റോൾ കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. കാരണം ആ പല റോളിൽ നിന്നുള്ള ഡിമാൻഡ്സ് ഇവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഒരേ സമയത്ത്. ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇവിടെ കോൺസെപ്റ്റ് ഉണ്ട്, ഫോക്വേസ്, മോസ് ആൻഡ് വാല്യൂസ്. അതിന്റെ ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ എ എന്താണ്? norms that are considered vital to the welfare of the group. രണ്ടാമത്തെ ഡെഫിനിഷൻ, routine patterns of behavior that govern general daily life. And മൂന്നാമത്തെ ഡെഫിനിഷൻ, underlying principles that guide societal goals and individual behavior. എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? 1 ബി ആണല്ലേ, ഫോക്വേസ് റുട്ടീൻ ആയിട്ടുള്ള സംഗതികളാണല്ലേ. 2 എന്ന് പറയുന്നത് എ ആണ്, ആൻഡ് വാല്യൂസ് സി ആണ്. മനസ്സിലായോ? ഈ ഡെഫിനിഷൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഞാനിപ്പോ പറഞ്ഞു തന്നെ ആ ഓരോരോ കാര്യങ്ങൾ വെച്ച് നമ്മളത് ഓർത്താൽ മതി, നമുക്ക് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് വിട്ടു പോകില്ല. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ഡയറക്റ്റ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഇസ് നോട്ട് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് എ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ക്യാരക്ടറിസ്റ്റിക് ഇതിനകത്ത് ഏതാണെന്നുള്ളതാ. കമ്മ്യൂണിറ്റി. നോക്കിയേ, സോഷ്യൽ കൊഹിഷൻ കമ്മ്യൂണിറ്റിക്ക് വേണം, ഷെയർഡ് വാല്യൂസ് കമ്മ്യൂണിറ്റിക്ക് വേണം, സെൻസ് ഓഫ് ബിലോങ്ങിങ് കമ്മ്യൂണിറ്റിക്ക് വേണം. എന്നാൽ ടെമ്പററി അല്ല, പെർമനന്റ് ആണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പെർമനന്റ് ആണ്, ഗ്രൂപ്പ്സിന് ടെമ്പററി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 8. അപ്പൊ ക്വസ്റ്റ്യൻ 8 വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് സിനാരിയോ ആണ്. A large company has formed a project team where members are expected to work together for a limited period. Okay, അപ്പോൾ ഒരു ലാർജ് കമ്പനി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാക്കി. അപ്പോൾ ആ ടീമിൽ ആൾക്കാർ ആ പ്രോജക്റ്റ് തീരുന്നിടം വരെ, അതാണ് they are expected to work for a limited period together എന്നുള്ളത്.
വാട്ട് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഡസ് ദിസ് ടീം റെപ്രസെന്റ്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടീം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, കമ്മ്യൂണിറ്റി ആണോ, സൊസൈറ്റി ആണോ? ഡെഫിനറ്റ്ലി സൊസൈറ്റി അല്ല, ഡെഫിനറ്റ്ലി കമ്മ്യൂണിറ്റി അല്ല. പ്രൈമറി ഗ്രൂപ്പ് ഫാമിലിയാണ്. ഫാമിലിയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. കാരണം അവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരണം. അപ്പൊ ഇത് സെക്കൻഡറി ഗ്രൂപ്പാണ്. നേരെ മറിച്ച് ഈ ലാർജ് കമ്പനി എന്നുള്ള, ഞാൻ ആ സിനാറിയോ ഒന്ന് മാറ്റി പറയാണ്. ഒരു ലാർജ് കമ്പനി റൺ ആസ് എ ഫാമിലി ബിസിനസ് എന്ന് പറയാം. ആൻഡ് ആ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ആ കമ്പനിയിലെ ജോലിക്കാർ. അപ്പം ആ മെമ്പേഴ്സിനെ എടുത്തിട്ട് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കി. അപ്പൊ അത് എങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആകാം? ചിന്തിച്ച് നോക്ക് നിങ്ങൾ. പ്രൈമറി ഗ്രൂപ്പ് ആയിരിക്കും, സെക്കൻഡറി ഗ്രൂപ്പ് ആയിരിക്കും? വെൽ, ഈ ഡെഫിനിഷൻ വെച്ച് ഞാൻ പറയും അതൊരു പ്രൈമറി ഗ്രൂപ്പ് ആണെന്ന് തന്നെ. നമ്പർ 9, what distinguishes Moores from Folkways in social terms? ഓക്കെ, എന്താണ് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നത്? Look at option D. Moores and Folkways are indistinguishable in practice എന്നുള്ളതാണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള സംഗതികളാണെങ്കിലും പലപ്പോഴും നമുക്ക് ഇതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്കൊരു വ്യത്യാസം കാണാനായിട്ട്, പ്രത്യക്ഷത്തിൽ ഒരു വ്യത്യാസം കാണുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമ്പർ 10, in an industrial society, overlapping social relationships are common due to complex division of labor and stratification. പല തട്ടാക്കി കൊണ്ടുവരുന്നത്. Which type of society does this describe? കോംപ്ലെക്സ് സൊസൈറ്റി തന്നെയാണ് അല്ലേ ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കീ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡിസ്കസ് ചെയ്തതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയണ്ടേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഈ നോട്ട്സ് ഞാൻ അവിടെ അവൈലബിൾ ആക്കാം. ആ ഒരു ഗ്രൂപ്പിൽ ഈ നോട്ട്സ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക, ഡെയിലി ക്വിസ് ഉണ്ട്, ആൻഡ് എന്താ പറയേണ്ടത്, ലൈവ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ടിന് ഒരു ക്ലാരിഫിക്കേഷൻ അപ്പോഴപ്പോഴും തന്നെ ലഭിക്കുന്നതായിരിക്കും അതിന്. ആൻഡ് ഒട്ടനേകം ബെനിഫിറ്റ്സ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ആൻഡ് ഓൾ ദിസ് ഇസ് ഫോർ ഫ്രീ. അതിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു സംഗതി. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.